കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീ ജഗതി ശ്രീകുമാർ എന്ന നടനെ കുറിച്ചാണ്. 80കളുടെ അവസാനവും 90കളുടെ ആദ്യവും ജഗതിയുടെ ഹാസ്യത്തിലെ വ്യത്യസ്തത മലയാളികൾ തിരിച്ചറിഞ്ഞു. പത്മരാജൻ സംവിധാനം ചെയ്ത തൂവാനത്തുമ്പികൾ, മൂന്നാം പക്കം എന്നീ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ പ്രത്യേകം പ്രസ്താവ്യമാണ്. കൂടാതെ 1991 കിലുക്കം, അപൂർവം ചിലർ എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് നേടാൻ ഈ നടന് സാധിച്ചു. ഇതിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത കിലുക്കത്തിലെ നിശ്ചൽ എന്ന ഫോട്ടോഗ്രാഫറുടെ വേഷം ഇന്നും മലയാളികൾ ആഘോഷമാക്കുന്ന കഥാപാത്രമാണ്. ഇതേ കാലത്ത് തന്നെ ശ്രീകുമാരൻ തമ്പി സംവിധാനം നിർവഹിച്ച ബന്ധുക്കൾ ശത്രുക്കളിൽ വളരെ വ്യത്യസ്തമായ കഥാപാത്രത്തിലൂടെ ശ്രദ്ധ നേടാൻ ജഗതിക്ക് സാധിച്ചു. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കഥാപാത്രങ്ങളെയാണ് ഈ നടൻ ഇതിനകം തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത്. 90കളുടെ പകുതിയിൽ പ്രിയദർശന്റെ മിഥുനം, മിന്നാരം എന്നീ ചിത്രങ്ങളും രാജസേനന്റെ ചിത്രങ്ങളും ജഗതിയുടെ ഹാസ്യ മികവുകൊണ്ട് ശ്രദ്ധ നേടിയവയാണ്. ഇതുപോലെ തന്നെ കമലിന്റെ ഉള്ളടക്കം, വേണുനാഗവള്ളിയുടെ ലാൽസലാം, സുരേഷ് ഉണ്ണിത്താന്റെ സത്യപ്രതിജ്ഞ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലും ഇക്കാലത്ത് ജഗതി തന്റെ സാന്നിധ്യം അറിയിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള കുറേ കാര്യങ്ങൾ, പക്ഷേ ആസ് എ പേഴ്സൺ, ആസ് എൻ ആക്ടർ, ആസ് എ പ്രൊഫഷണൽ ആക്ടർ, അങ്ങനെയൊക്കെയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സിലേക്ക് നമുക്ക് കടക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല. ഇന്നത്തെ എപ്പിസോഡിൽ അദ്ദേഹത്തിന്റെ ഈ ക്യാരക്ടേഴ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് രണ്ടായി തിരിക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ മിക്ക ക്യാരക്ടേഴ്സും കോമഡി ബേസ്ഡ് അല്ലെങ്കിൽ ഹ്യൂമർ ബേസ്ഡ് ക്യാരക്ടേഴ്സ് ആണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അതല്ലാതെ ഒരുപാട് ഡിഫറെൻറ്റ് സ്ട്രോങ് സപ്പോർട്ടിംഗ് റോൾസ്, ക്യാരക്ടർ റോൾസും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ക്യാരക്ടേഴ്സ് എല്ലാം ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ ബേസ്ഡ് ക്യാരക്ടേഴ്സ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. നമ്മോടൊപ്പം ഇന്നുള്ളത് സിബി മലയിൽ സാറും കൽപ്പന ചേച്ചി, ഭാഗ്യലക്ഷ്മി ചേച്ചിയുമാണ്. സ്വാഗതം. ജഗതി ശ്രീകുമാർ എന്ന നടൻ്റെ ഹ്യൂമർ ബേസ്ഡ് ക്യാരക്ടേഴ്സിലേക്ക് നമുക്ക് ഇന്ന് ആദ്യം തന്നെ കടക്കാം. അദ്ദേഹത്തിൻ്റെ തുടക്കം മുതലുള്ള ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന ഒരുപാട് ഹ്യൂമർ ചെയ്തിട്ടുള്ള ആളാണ്. മേലെ പറമ്പിലാണീട്, ബോയിങ്, പിന്നെ ഒരുപാട് പറയാനാണ് ഇവിടെ ഉണ്ട്. അവിട്ടം തിരുനാൾ, ആരോഗ്യ ശ്രീമാൻ, അതൊക്കെ സെൻട്രൽ ക്യാരക്ടർ ആണെങ്കിൽ പോലും പറയുന്നതെല്ലാം അവതരിപ്പിക്കുന്ന രീതിയിലൊക്കെ ഒരു ഹ്യൂമർ കണ്ടന്റ് ഉണ്ട്. അപ്പം ഈ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലെക്കാട്ടിലും ഒരു ഹ്യൂമർ ചെയ്യാനുള്ള ഈ ആർട്ടിസ്റ്റിന്റെ കഴിവിനെ കുറിച്ച് സിബി സർ. അടിസ്ഥാനപരമായിട്ടും ജഗതി ശ്രീകുമാറിനെ കാണുന്നത് ഒരു ഹാസ്യ താരമായിട്ട് തന്നെയാണ്. അതിന് അദ്ദേഹത്തിന് അഗ്രഗണ്യനുമാണ് ആ വിഷയത്തിൽ. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ വേഷങ്ങളിലും അദ്ദേഹം ഹ്യൂമർ ചെയ്തിട്ടുള്ളതെല്ലാം വളരെ മനോഹരമായിട്ട്. ഒന്നിനും നമുക്ക് ഒരു വേഷം പോലും ജഗതി ശ്രീകുമാർ തമാശ ചെയ്ത് മോശമാക്കി നമുക്ക് പറയാനില്ല. മറ്റു പലരെ കുറിച്ച് നമുക്ക് പറയാം, ആ സിനിമയിൽ നന്നായാലും ഈ സിനിമ. പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു സിനിമയിൽ പോലും ജഗതി ശ്രീകുമാർ അഭിനയിച്ച വേഷം മോശമായെന്ന് പറയാനേ പറ്റില്ല. പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയാവുന്ന കുറേ ചിലപ്പോൾ അത്ര പ്രാധാന്യമില്ലാത്ത തമാശയ്ക്ക് വേണ്ടി മാത്രം പലപ്പോഴും ജഗതി ശ്രീകുമാർ ഇല്ലാത്ത ഒരു സിനിമയെക്കുറിച്ച് പലർക്കും ചിന്തിക്കാൻ പറ്റില്ല. കാരണം അമ്പിളിച്ചേട്ടൻ ഇല്ലേ എന്ന് പലരും ചോദിക്കും. കാരണം അതൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ വിജയത്തിന്. ജഗതി ശ്രീകുമാറിൻ്റെ സാന്നിധ്യം ഒരു അവിഭാജ്യ ഘടകമാണ്. അഥവാ അങ്ങനെ ഒരു സിനിമ വന്നാൽ എപ്പോഴും തിയേറ്ററിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ആളുകൾ പറയുന്നത് ആ റോള് ജഗതി ശ്രീകുമാർ ചെയ്യുന്നെങ്കിൽ കുറച്ച് നന്നാവുമായിരുന്നു എന്ന് പറയുകയും ചെയ്യും. ജഗതി ശ്രീകുമാറിനെ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഒരു കൊമേഴ്ഷ്യൽ ആവശ്യകതയായി തീരുമ്പോൾ ചെറിയ വേഷത്തിലെങ്കിലും 2 സീനാണെങ്കിൽ അത് ജഗതി ശ്രീകുമാറിനെ ഇടാം എന്ന് ആ പ്രസൻസ് എങ്കിലും വേണമെന്ന് തോന്നുന്ന ഒരു ഘട്ടം ഒരു രീതിയുണ്ട്. പക്ഷേ അദ്ദേഹം പ്രധാനമായിട്ടും അല്ലെങ്കിൽ നായക നടൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ നായക നടനായിട്ടൊക്കെ ചെയ്ത ഒരുപാട് ഹ്യൂമർ ബേസ്ഡ് സിനിമകൾ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ നിരന്തരമായിട്ടുണ്ട്. നമുക്ക് SMS-ലൂടെയൊക്കെ വരുന്ന തമാശകളൊക്കെ ജഗതി ശ്രീകുമാറിൽ നിന്ന് ഉത്ഭവിച്ചിട്ടാണുള്ളതെല്ലാം. ഉദാഹരണം പറയാൻ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ കാബൂളിവാല, മിഥുനം, കിലുക്കം, യോധ. മോഹൻലാൽ ജഗതി ശ്രീകുമാർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ജെല്ലാകുന്നൊരു കോമ്പിനേഷനാണ്. രണ്ടുപേരും ഔട്ട്സ്റ്റാൻഡിങ് ആക്ടേഴ്സ് ആയതുകൊണ്ടും രണ്ടുപേരും നന്നായിട്ട് ഹ്യൂമർ ചെയ്യാൻ കഴിവുള്ളവരായതുകൊണ്ടും അവർ തമ്മിലുള്ള ടൈമിങ് ഭയങ്കരമാണ്. ഒരാൾ ചെയ്യുമ്പോൾ അതിന് കൗണ്ടറായിട്ട് അത് ചെയ്യാനായിട്ട് അത് എപ്പോഴും ഹ്യൂമർ ചെയ്യുമ്പോൾ ടൈമിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഒരു അദ്ദേഹം ഒരാൾ പറയുമ്പോൾ ആ ഡയലോഗിനോട് കൃത്യമായിട്ട് പ്രതികരിക്കുക, കൃത്യമായിട്ടും ഒരു ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ച് അതിനോട് റിയാക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്ന രീതിയിൽ വളരെ അവരുടെ കോമ്പിനേഷൻ തന്നെയാണ് ഒരുപാട് പടങ്ങൾ. താളവട്ടമുണ്ട്, ഉള്ളടക്കം. പിന്നെ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ചിത്രമാണ് ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുന്ന സിനിമ. അമ്പിളിച്ചേട്ടൻ്റെ ഒരു പ്രധാന വേഷത്തിലാണ്. പൈ ബ്രദേഴ്സ്, മലപ്പുറം ഹാജി, അങ്ങനെ
പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എടുത്തു പറയേണ്ട ഒരു ചിത്രമാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഫുൾ അവതരിപ്പിക്കുന്നത് എല്ലാം ഒരു ഹ്യൂമർ ഓറിയന്റഡ് ആയിട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ കഴിവ് നന്നായി കാണിച്ച ഒരു സിനിമയും കൂടിയായിരുന്നു. ഒരു മെന്റലി ചാലഞ്ച്ഡ് ആയിട്ട് പല ഏജ് ഗ്രൂപ്പിൽ ആയിട്ട് വരുന്നത് ഇപ്പൊ പോലും പറയുമ്പോൾ നമുക്കത് ഓർത്ത് ചിരിക്കാൻ തോന്നും. അതാണ് ആ ഒരു അഭിനയത്തിന്റെ ഇത്. പിന്നെ സിബി സാർ പറഞ്ഞ പോലെ കിലുക്കത്തിലെ ഡയലോഗുകൾ ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. മൂക്കിന്റെ ഡയലോഗൊക്കെ പറഞ്ഞ് നമുക്ക് ഇന്നും ഓർമ്മയുണ്ട് അല്ലേ? മൂക്കില്ലേ? മൂക്കുണ്ട്, പക്ഷെ നിന്നെ പോലത്തെ മൂക്കല്ല. നമുക്ക് ഇന്നും ഓർമ്മ നിൽക്കുന്ന ഡയലോഗുകളാണ് അല്ലേ? പിന്നെ ഒരു വേഷം നമ്മളെ എല്ലാവരെയും, ഞാൻ ആ സിനിമ കണ്ടപ്പോൾ തിയേറ്ററിൽ ഇരുന്നെങ്കിൽ അമ്പരന്ന് പോയ ഒരു പെർഫോമൻസ് ഉണ്ട്. അത് ഉദയനാണ് താരത്തിലെ ഇയാള് പച്ചാളം ഭാസി നവരസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് ഒരു 3 എണ്ണം വേറെ കാണിക്കും. അത് അമ്പിളിച്ചേട്ടനല്ലാതെ വേറെ ആർക്കും സാധ്യമല്ല. അത് വേറെ ഒരു നടനും സാധ്യമല്ല. ഈ നവരസങ്ങൾക്ക് അപ്പുറത്തുള്ള 3 എണ്ണം. അങ്ങനെ തന്നെ തോന്നി. ഡിഫറെന്റ് ആയിട്ട് അത് 3 എണ്ണം വന്നിരുന്നെങ്കിൽ കൊള്ളാം. 9 അല്ല 11 ആക്കാന്ന് തോന്നിയത് അദ്ദേഹത്തിന്റെ എക്സ്പ്രഷനിൽ കൂടെ. ശരിയാണ്, മറക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഹൈറ്റാണ്, ഒരു പെർഫോമറുടെ ഹൈറ്റാണ്. അത് സ്വന്തം, എനിക്ക് തോന്നുന്നു അത് ഒരു ഇംപ്രവൈസ്ഡ് സാധനത്തിന് ഒരു സമയത്തുണ്ടായിരുന്ന ഒരു വല്ലാത്തൊരു സ്ലാപ്സ്റ്റിക് കോമഡി ഉണ്ടല്ലോ, ഒരു പഴത്തോല് വഴിക്ക് വീഴുക എന്ന് പറയുന്നതാണ്. അതൊരു മാറ്റിയെടുത്ത ഒരു നടനാണ്. ഇദ്ദേഹത്തിന്റെ കോമഡി എന്ന് പറയുന്നത് അതല്ല. ഇദ്ദേഹത്തിന്റെ ഇന്നത്തെ ജനറേഷൻ കുട്ടികൾ ഇപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കൊമേഡിയനാണ്. അത് ശരിയാണ്. ന്യൂ ജനറേഷനും ഇതുപോലെ നമ്മളെ അമ്പരപ്പിച്ച ഒന്നാണ് നന്ദനത്തിലെ കുമ്പിടി ആയിട്ട് പിന്നെ പലരുട്ട ശശിയായി മാറുന്നുണ്ട്. ഈ കുമ്പിടി അയാൾ പിടിക്കപ്പെടുന്നു, അയാൾ ഇറച്ചി കഴിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇയാൾ അവിടുന്ന് ഓടി വന്ന് ഇവിടെ ഇരിക്കുന്നു. ഇന്നസെന്റ് ഇവിടെ എത്തുന്നതിന് മുമ്പ് അയാൾ ഇവിടെ വന്ന് ഇരുന്നിട്ട് ഇന്നസെന്റ് പോകുന്നിടം വരെയും ആ ഓട്ടത്തിന്റെ അണപ്പും ശ്വാസം വിടലൊക്കെ പിടിച്ചു നിർത്തി. അയാൾ പോയി കഴിയുമ്പോൾ ഇയാൾ ശ്വാസം എടുക്കുന്നൊരു എടുപ്പുണ്ട്.